സമദർശിനികളായ ജ്ഞാനികൾ, യോഗികൾ, ഇങ്ങനെയുള്ളവർക്ക് സർവരിലും സർവത്രരിലും ഈശ്വരനെ കാണും. ഒരു പാമ്പ് ഏതാണ്ട് പകുതി മുക്കാലും കത്തി, ബാക്കി ഭാഗം കത്തിയിട്ടില്ല. എന്നാൽ കൂടുള്ള പാമ്പ് കുറേയൊക്കെ കത്തിയിട്ടുള്ളൂ, എഴിഞ്ഞു പോകത്തക്ക രൂപത്തിലാണ്. അപ്പോൾ ഞാൻ ഏതോ ഭാഷയിൽ പറഞ്ഞു ഇതിനെ എടുത്ത് വെള്ളത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ അത് കടിച്ചു കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടിട്ടു. എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ മുന്നേ നടന്നു. ഞങ്ങൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ചെന്നു. അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ചെന്നിട്ട് അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിനകത്ത് കയറിയപ്പോൾ വെളിച്ചമുള്ള ഭാഗത്തായപ്പോൾ ഞാൻ സ്ത്രീയെ ശ്രദ്ധിച്ചപ്പോൾ ഒരു 21 വയസ്സ് വരും. ആലോചിച്ച് ഈ 21 വയസ്സുള്ള സ്ത്രീയുടെ മുഖത്ത് എങ്ങനെയായി വസൂരി വരിക? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഗ്നിയിലൂടെ നാദസമ്പ്രദായം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഈശ്വരനിലെത്താം. രണ്ടാമത് മൗനത്തിലൂടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ കണ്ട് സർവേശ്വരനായ ഈശ്വരനിലെത്താം. മൂന്നാമത് പ്രതിമയിലാണ്. പ്രതിമ അത് വിഗ്രഹം, നമ്മുടെ വിഗ്രഹത്തിലൂടെ. പക്ഷേ അത് ആർക്കാണ് പറഞ്ഞിരിക്കുന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. പ്രതിമ സ്വൽപ്പബുദ്ധസ്യ, ബുദ്ധി കുറഞ്ഞവർക്കുള്ളതാണ്. അപ്പോൾ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കരുതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതിമ സ്വൽപ്പബുദ്ധസ്യ എന്ന് പറയുമ്പോൾ ഒരാളും നീ അല്പബുദ്ധിയാണെന്നും കേൾക്കാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അത് സ്വീകരിക്കണോ വേണ്ട എന്നുള്ള അവരുടെ ആവശ്യം. പക്ഷേ അത് സ്വല്പബുദ്ധികൾക്കുള്ളതാണ്, അല്പബുദ്ധികൾക്കുള്ളതാണ്. അപ്പോൾ അത് വേണോ വേണ്ടായോ എന്ന് അവരോ തീരുമാനിച്ച് അതിന് തീരുമാനമെടുക്കുക. പ്രതിമ സ്വൽപ്പബുദ്ധസ്യ സർവത്ര സമദർശിന, സമദർശിനികളായ ജ്ഞാനികൾ, യോഗികൾ, ഇങ്ങനെയുള്ളവർക്ക് സർവരിലും സർവത്രരിലും ഈശ്വരനെ കാണും. സർവ്വതിലും ഈശ്വരനെ കാണും. കണ്ണ് തുറന്നിരുന്ന് മുമ്പിൽ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ്. അവരുടെ ധ്യാനത്തിൽ പോലും കണ്ണ് തുറന്നിരുന്നാണ് അവർ ധ്യാനിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈശ്വരനാണ്. അവരുടെ ആഹാരത്തിലും ഈശ്വരനെ കാണുന്നു. അവരുമായി ബന്ധപ്പെട്ട സർവരിലും ഈശ്വരനെ കാണുന്നു. അതാണ് ഏറ്റവും ഈ ഗർഗ സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്, ഗർഗ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഉത്തമമായ ഈശ്വരാരാധന. പക്ഷേ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഏതായാലും പ്രതിമയിലായാൽ പോലും സ്വൽപ്പബുദ്ധി ആയാൽ പോലും അവസാനം നമ്മൾക്ക് ഈശ്വരനിലെത്താം. ഈ 4 മാർഗവും പറഞ്ഞിട്ട് ഇതിങ്ങനെ തരംതിരിച്ചിട്ട് ഇങ്ങനെയുള്ളവരാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഈ 4ഉം ഈശ്വരനിലേക്കുള്ള മാർഗമാണ്. അതുകൊണ്ട് ചെയ്യുന്നവർ വിഷമിക്കേണ്ട, അതും ഈശ്വരനിലേക്കുള്ള മാർഗം തന്നെ. ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നത് നല്ലതാണ്. ആധ്യാത്മികമായ വലിയ കാഴ്ചപ്പാടുള്ള കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു അനുഭവ കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 2008 അടുത്താണോ എന്ന് തോന്നുന്നു, 2008-09 മറ്റോ ആണ്. എൻ്റെ ഒരു സുഹൃത്ത് കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയല്ല, സുഹൃത്തിൻ്റെ ബന്ധു കൊടുങ്ങല്ലൂർ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ചികിത്സയിലാണ്. അവിടെ അഡ്മിറ്റാണ്. ഈ സമയത്ത് ഞാൻ ഗുരുവായൂർ മാസം തൊഴിലിന് അക്കാലത്തൊക്കെ പോകുമായിരുന്നു. സ്വാഭാവികമായിട്ട് പോയപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, സാറേ ഞാനിവിടെ ഉണ്ട്, വേണമെങ്കിൽ വന്ന് കയറിയിട്ട് പോവാം. ശരി ആയിക്കോട്ടെ, പറഞ്ഞില്ലേ എന്നും വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, ഇയാളുമായിട്ടുള്ള ഒരു ബന്ധം ഈ മുമ്പേ പറഞ്ഞ കഥയിലെ പത്രോസുമ എന്നുള്ള ബന്ധമാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. ആരായാലും അല്ലേലും എനിക്ക് ആ ഒരു ബന്ധമാണ് തോന്നുന്നത്. മറ്റൊരു ബന്ധവും എനിക്കുണ്ട്. ആ ബന്ധവും കൂടെ വേണമെങ്കിൽ ഞാനിവിടെ വെച്ച് പറഞ്ഞേക്കാം. ഒരു കാട് കത്തിക്കുമ്പോൾ, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഒരു കാട് കത്തിക്കുമ്പോൾ ഒരു വലിയ നിലവിളി കേട്ടു. നിലവിളി അല്ല, ഒരു വലിയ എന്താ പറയുക, ശബ്ദം കേട്ടു. നിലവിളി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അല്ലേ, ജീവികളുടെ ശബ്ദം, അതിഭീകരമായ കാട് കത്തുന്നതിൻ്റെ ഇടയിൽ ശബ്ദം. നോക്കിയപ്പോൾ ഒരു പാമ്പ് ഏതാണ്ട് പകുതി മുക്കാലും കത്തി, ബാക്കി ഭാഗം കത്തിയിട്ടില്ല. എന്നാൽ കൂടുള്ള പാമ്പ് കുറേയൊക്കെ കത്തിയിട്ടുള്ളൂ, എഴിഞ്ഞു പോകത്തക്ക രൂപത്തിലാണ്. അപ്പോൾ ഞാൻ ഏതോ ഭാഷയിൽ പറഞ്ഞു ഇതിനെ എടുത്ത് വെള്ളത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ അത് കടിച്ചു കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടിട്ടു. അതിൻ്റെ അത് ആ തണുപ്പ് ഏറ്റാകാം, അതെന്തായാലും അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ സംഭവത്തിലെ ആ കടിച്ചെടുത്തുകൊണ്ട് പോയ ആ സർപ്പം ആണ് ഞാൻ ഈ പറഞ്ഞ ഈ വ്യക്തി, ഈ
അയാളുടെ ആരോ ഇവിടെ ആശുപത്രി കിടക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ പൂർവ്വജന്മമായ ബന്ധം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് കയറിയിട്ട് പോകാം എന്നും വിചാരിച്ചിട്ട് അവിടെ നിന്ന് കയറിക്കഴിഞ്ഞു. അന്നിനിപ്പോൾ അവിടെ നിന്ന് ഗുരുവായൂർക്ക് പോകാനുള്ള സമയം കഴിഞ്ഞു. ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പോയില്ല. രാവിലെ എന്നാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിലും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ റൂമിൽ താമസിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഈ കൊടുങ്ങല്ലൂരേക്കാൾ പ്രധാനമാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു അമ്മ ക്ഷേത്രമുണ്ട്. അത് ചോദിച്ചു, അതെവിടെയാണ്? അതിവിടെ അടുത്താണ്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞാൻ ബസ്സിനാണ് പോയത്. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഡ്രൈവറിൻ്റെ അപ്പോൾ ഡ്രൈവറെ വിളിച്ച് ഞാൻ വിടാമെന്ന് പറഞ്ഞു. ഞാൻ പോയി, അതുകൊണ്ട് ഡ്രൈവറെ വിളിച്ച് വിടാമെന്ന് പറഞ്ഞു. ഡ്രൈവറെ വിട്ടു. ഏതാണ്ട് 2 മണിയായപ്പോൾ, രാത്രി 2 മണിയായപ്പോൾ അവിടുന്ന് യാത്രയായി. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കാണും. എവിടെ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് കൊണ്ട് നിർത്തി. എന്നോട് പറഞ്ഞു, സാറേ സ്ഥലം എത്തി. ഞാൻ എണ്ണീറ്റ് നോക്കിയപ്പോൾ അമ്പലം തുറന്ന് കിടക്കുക. 3 മണിയായി കാണും. 3 മണിക്ക് അമ്പലം തുറന്ന് കിടക്കുക. ഞാൻ അമ്പലത്തിനകത്ത് കയറി. ഈ ഡ്രൈവറെ വിട്ട് കാണാനുമില്ല. അയാൾ അതിനകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും, വെളുപ്പാങ്കാലമല്ലേ. ഞാനവിടുന്ന് അമ്പലത്തിനകത്ത് കയറി. നല്ല വെളിച്ചം, അമ്പലത്തിനകത്ത് നല്ല വെളിച്ചമുണ്ട്. ട്യൂബ് ലൈറ്റൊക്കെ നല്ല എല്ലാ ഭാഗത്തും കിടപ്പുണ്ട്. അപ്പോൾ എവിടുന്നോ മണിയടിയൊക്കെ ശബ്ദം കേൾക്കുന്നുള്ളൂ. പക്ഷേ ഈ അമ്പലത്തിനകത്തോട്ട് നമുക്ക് കയറാനുള്ള ഒരു ഭാഗം കാണുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുമ്പോൾ എന്തായാലും നമുക്ക് ഈ ഫ്രണ്ടിലോട്ട് അവിടെ ഒരു മറവ് പോലെ എനിക്ക് തോന്നി. ആ മറവിലോട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കടക്കുമ്പോൾ ഒരു സ്ത്രീ ശബ്ദം എൻ്റെ വലത് ഭാഗത്ത് നിന്ന് ഉച്ചത്തിൽ കേൾക്കുകയാണ്. എൻ്റെ അമ്മയുടെ മൂലസ്ഥാനത്ത് നീ ചവിട്ടരുതെന്ന്. ഇത് ആ സ്ത്രീ ആരായി സംസാരിക്കുന്നത്? സ്ത്രീയാ സംസാരിച്ചെന്ന് മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ ആ ഇരുട്ടത്തൊരു സ്ത്രീ നിൽക്കുന്നു വലതുവശത്ത്. ഞാൻ പറഞ്ഞു, ഇതെന്തുവാ? ഇത് അമ്മയുടെ മൂലസ്ഥാനം. പിന്നെ അമ്പലം ഏത് ഭാഗം? അമ്പലത്തിനകത്ത് കയറുന്ന ഏതിലെയാ? എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ മുന്നേ നടന്നു. ഞങ്ങൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ചെന്നിട്ട് അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിനകത്ത് കയറിയപ്പോൾ വെളിച്ചമുള്ള ഭാഗത്തായപ്പോൾ ഞാൻ സ്ത്രീയെ ശ്രദ്ധിച്ചപ്പോൾ ഒരു 21 വയസ്സ് വരും. പക്ഷേ മുഖം മുഴുവൻ പഴയ സ്മാൾ പോക്സ് വസൂരി വന്ന കരിഞ്ഞ പാട്. ഞാൻ ആലോചിച്ച്, ഈ 21 വയസ്സുള്ള സ്ത്രീയുടെ മുഖത്ത് എങ്ങനെയായി വസൂരി വരിക? വസൂരി ഇല്ലാതായിട്ട് ഏതാണ്ട് 10, 40, 50 വർഷമായി. പിന്നെ 21 വയസ്സുള്ള സ്ത്രീയുടെ മുഖത്ത് എങ്ങനെയാണ് വസൂരി വരിക? എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്നോട് ചോദിച്ചു, എവിടെ നിന്ന് വരിക? ഞാൻ പറഞ്ഞു, കായംകുളത്തുനിന്ന് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുങ്ങല്ലൂർ പോകണം അല്ലേ? ഇനി ഇത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ പോകണം. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിൽ തൊഴുക. കൊടുങ്ങല്ലൂർ വരുമ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ 10 മണിയാകും. അപ്പോൾ ഞാൻ അവിടെ കാണും. ശരി, ആയിക്കോട്ടെ. ഞാൻ സ്വാഭാവികമായിട്ടായാലും ഈ വെളുപ്പാങ്കാലത്ത് എങ്ങനെയാണ് ഈ സ്ത്രീക്ക് കൊടുങ്ങല്ലൂർ എത്താൻ കഴിയുക? ഞാൻ കൊണ്ട് 1.5 മണിക്കൂർ കാറിനകത്ത് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ ഞാൻ വന്നിടത്തെങ്ങും കാറ് കണ്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു വാഹനം കണ്ടില്ല, ബസ്സൊന്നും ഓടാൻ സമയമായിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ്? എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും പൊക്കളയാം വിചാരിച്ച് ഞങ്ങളവിടുന്ന് അമ്പലത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഡ്രൈവർ കാറിനകത്ത് കിടന്നുറങ്ങുമായിരുന്നു. അയാളെ വീട് തട്ടി ഉണർത്തി തിരിച്ചു വരുന്ന വഴി ഈ എവിടോ ഒരു ഭാഗത്ത് ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ കയറി, നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. അവിടെ കയറി കാപ്പി ഒക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ യാത്രയായി. അപ്പോൾ അതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ എത്തുമ്പോൾ 10 മണിയാകും, അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അതൊക്കെ മറന്നു. ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞതല്ലേ, ലോഹ്യം പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ എത്തി. അമ്പലത്തിനകത്തോട്ട് കയറാൻ നേരം ഞാൻ അബദ്ധവശാൽ എൻ്റെ വാച്ച് നോക്കുമ്പോൾ 10 മണി 0 സെക്കൻഡ് 0 മിനിറ്റ്. ആ സ്ത്രീ എവിടെങ്ങും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ആ സ്ത്രീയെ കണ്ടിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശത്തിൽ ആ സ്ത്രീ കൊടുങ്ങല്ലൂരമ്മയായിരുന്നു എന്നാണ്. ഇതൊരു അനുഭവകഥയാണ്. ഇതിനകത്ത് കേൾവിക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് പല സംശയങ്ങളും ഉണ്ടാകാം.
എനിക്ക് പോലും സംശയമുണ്ട്, ഈ കണ്ട എനിക്ക് പോലും സംശയമുണ്ട്. എങ്കിലും ഒരു അനുഭവകഥ എന്ന നിലയിൽ ഞാനിത് അവതരിപ്പിച്ചതാണ്. നടന്നതാണ്. 2008-ലാണോ 2009-ലാണോ നടന്നതാണ്. ഇത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് ഈ അമ്പലത്തിനെ കൊടുങ്ങല്ലൂരമ്മയുടെ മാതൃസ്ഥാനമായിട്ടാണ് കരുതപ്പെടുന്നത്. അമ്മക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അമ്മക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനൊരു അനുഭവം എനിക്ക് ഈ കൊടുങ്ങല്ലൂരമ്മയുടെ അമ്മക്ഷേത്രത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്.